അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളുടെ ബ്രെയിനിനെ എന്താ ടീച്ച് ചെയ്യിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഏത് സിറ്റുവേഷനിലും കാണിക്കാൻ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റും. എല്ലാവരും അനുഭവിച്ചൊരു എക്സാമ്പിൾ അത്. നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരു ചാവി തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു ടേബിളിൻ്റെ മുകളിൽ. നമ്മൾ പാനിക്കായിട്ട് പെട്ടെന്ന് പോകാനുള്ള ഒരു ധൃതിയിൽ ടേബിൾ മൊത്തം ഇങ്ങനെ പരതി നോക്കും, അവിടെ ബുക്കിൻ്റെ അടിയിൽ നോക്കും. ഏറ്റവും അവസാനം ടേബിളിൻ്റെ തൊട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ചാവി ഇരിക്കുന്നുണ്ടാവും. കണ്ണട ഉപയോഗിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കണ്ണട കിട്ടാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് തിരഞ്ഞു നോക്കും. ചിലപ്പോൾ അവസാനം ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും സാധനം. ഇതെന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിനിൻ്റെ ബോട്ടിലിനൊക്കെയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് 40 to 50 ബിറ്റ്സ് ഓഫ് ഡാറ്റ മാത്രമാണ് കോൺഷ്യസ്ലി ഒരു സെക്കൻഡിൽ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളതിനെ സ്ട്രെസ്ഫുൾ ആക്കി നമ്മുടെ സെർച്ച് ബാറിൽ കോർട്ടിസോൾ ഇൻക്രീസ് ചെയ്ത് സ്ട്രെസ് കണ്ടീഷൻ ആക്കി കൊടുത്താൽ നമ്മൾ എല്ലാ സിറ്റുവേഷനിലും ആ രീതിയിലാണ് അപ്രോച്ച് എടുക്കുക, ആ രീതിയിലാണ് ആറ്റിറ്റ്യൂഡ് എടുക്കുക.